ഹലോ ഗായ്സ്, ജൂലൈ 17 എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങൾ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്ത വീഡിയോ. അപ്പോൾ ഇത് ചേച്ചിയുടെ പുതിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു, ഈ ഒരു ഷൂ. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഞങ്ങൾ കേക്ക് മേടിക്കാൻ പോവാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ മാളിലെത്തി കേട്ടോ. മാളിലെത്തിയപ്പോൾ കുറേ സാധനങ്ങളും കടകളിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ മെയിനായിട്ട് പോയിട്ട് പിങ്കുഡോസ് ആയിരുന്നു. പിന്നെ ഞാൻ കേക്ക് മുറിക്കണമെന്നൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷനാണ് കേക്ക് മുറിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അടിപൊളി ക്യൂട്ടായുള്ള ഫോൺ കേസ്. അതൊക്കെ ഐഫോണിൻ്റെ ഒക്കെ ആട്ടോ. ഇവിടെ എല്ലാവരും ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. ചിലവർ മാത്രമാണ് സാംസങ് ഒക്കെ യൂസ് ചെയ്യും. പിന്നെ പിള്ളേരെ കളിപ്പിക്കാനുള്ളത് അത് കാണുന്നത് ഇതിൻ്റെ ഓണറാട്ടോ, പിങ്കുഡോസിൻ്റെ. പിന്നെ ഞാനവിടെ നിന്നത് ജസ്റ്റ് ഒന്ന് ശ്രമിച്ചതാട്ടോ. അവിടെ നിന്നത് ഒരു ഫോട്ടോ എടുക്കുന്നതാണ്. നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചു. ബില്ലടിച്ചിട്ട് വരാം. അത്രയുണ്ട്. നമ്മൾ ബില്ലടിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത്. ഇനി നമ്മൾ ഡെക്കറേഷൻ്റെ പരിപാടിയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ക്യാമറ സെറ്റ് ചെയ്ത് ഞങ്ങളുടെ റൂമൊക്കെ കണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ വീണ്ടും വേറൊരു രീതിയിൽ ക്യാമറ സെറ്റ് ചെയ്തപ്പോൾ റൂം കണ്ടായിരുന്നില്ല. അപ്പോൾ ഡോർ കണ്ടായിരുന്നു. കുഴപ്പമില്ലാന്ന് കരുതി ഞങ്ങൾ പിന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കാണേണ്ട ഇത് കരുതി ഞങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണ് കേട്ടോ വെച്ചത്, ക്യാമറ സെറ്റ് ചെയ്തത്. അപ്പോൾ ചേച്ചി കുളിക്കാൻ പോയ നേരം കൊണ്ട് കേട്ടോ നമ്മൾ ചെയ്തത്. അപ്പോൾ അമ്മയ്ക്ക് 5 മണിയായപ്പോൾ ജോലി കഴിഞ്ഞു. പപ്പ 6 മണിയാകുമ്പോഴാട്ടോ വരുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാണ്. ചേച്ചി കുളിക്കാൻ പോയ നേരം കൊണ്ട് കേട്ടോ. അമ്മ വന്നതിന് ശേഷമാണ് ഞങ്ങൾ കുളിക്കാൻ പോവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡെക്കറേഷനൊക്കെ തുടങ്ങി. അവിടെ വയ്ക്കണം, അവിടെ വയ്ക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു ഇത്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഡൈനിങ് ടേബിളിൻ്റെ ബാക്കിൽ വെച്ചിട്ട് കുഞ്ഞ് സ്പേസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ചുമര് എന്ന് പറയുന്നത് സെലോ ടേപ്പ് ഒന്നും ഒട്ടിച്ചാൽ അത് മരയ്ക്ക് കിട്ടൂല. പിന്നെ അപ്പോഴത്തേക്ക് ചേച്ചി കുളി കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ ഒരു ബോ പോലത്തെ ഒരു സാധനം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തേക്കണില്ലേ, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും പപ്പയൊക്കെ കൂടിയിട്ട് എല്ലാവരും അറിയും, പക്ഷെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത് ചേച്ചിക്ക് അറിയണ്ടായിരുന്നില്ല. ഇത് ചേച്ചിയുടെ അടുത്ത് ചേച്ചിക്ക് ഇതൊക്കെ വാങ്ങിച്ചു. ഞാൻ ആദ്യം കരുതി പുലർച്ചൊക്കെ പിടിപ്പിക്കാന്ന്. പിന്നെ അത് വേണ്ടാന്ന് കരുതി. ചേച്ചി എന്താവും റിയാക്ഷൻ കൊടുക്കാമെന്നറിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാനും ചേച്ചി ബലൂൺസൊക്കെ വീർപ്പിച്ചു. ചേച്ചി പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ബലൂണൊക്കെ വീർപ്പിക്കുന്നത് കാണിച്ചു തരായിരുന്നു. പിന്നെ ചേച്ചി അതൊക്കെ ഇങ്ങനെ അതിൽ ഊരിയിട്ടും പിന്നെ ഡബിൾ സി ടൈപ്പൊക്കെ ഉണ്ടായത്. ആദ്യം ചേച്ചി വെച്ചപ്പോൾ ശരിയില്ല, പിന്നെ വീണ്ടും വെച്ചു. ഞാനാണെങ്കിൽ ബലൂൺ വീർപ്പിച്ച് കളിക്കുകയാണ്. ബലൂൺ എനിക്ക് കെട്ടാൻ എനിക്ക് പറ്റില്ല, എനിക്കറിയില്ല കേട്ടോ. അത് കാരണം അമ്മയ്ക്ക് കൊടുക്കും. പിന്നെ ചേച്ചി ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഹാപ്പി ബർത്ത്ഡേയുടെ ബലൂൺ വെച്ചു. എന്നിട്ട് പിന്നെ ഞാൻ വേറൊരു കളർ ഇട്ടു. അമ്മ അപ്പുറത്തേക്ക് ടേബിളിൽ വിരിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പപ്പ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പേനെ അമ്മ വെയിറ്റ് ചെയ്തു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പപ്പ വന്നു. പപ്പ വന്നപ്പോൾ ചേച്ചി ഓടി പോയിട്ട് ഷൂ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. പിന്നെ പപ്പ വൈൻ വാങ്ങിച്ചു കൊണ്ടുവന്നു. പിന്നെ ഇങ്ങനെ ടേബിൾ മുക്കി വെക്കാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പരിപാടികളൊക്കെ കണ്ടിട്ട് പോയോ. അപ്പത്തേക്കുള്ളൂ ടാറ്റാ ബൈ. Happy birthday.